3 മണിക്ക് ഇവിടേക്കുണ്ടായ അതിഭയാനകമായ ഉരുൾപൊട്ടൽ, അതിൽ എത്ര കുടുംബങ്ങളാണ് ഒലിച്ചുപോയത്, എത്ര മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, ഇപ്പോഴും കാണാൻ എന്താണ് എവിടെയാണെന്ന് പോലും അറിയാൻ 119ഓളം ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സമാനതകളില്ലാത്ത ഒരു ദുരന്തം, അതിൻ്റെ ആ ദൃശ്യങ്ങളെയാണ് കാണുന്നത്. വിനേഷ് കുമാർ അവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വിനേഷ്, ചെളിയുണ്ട് അവിടെ, ഈ സാധനങ്ങൾ അവശേഷിക്കുന്നത് ശേഖരിക്കാനുള്ള അവസാന ശ്രമം നടത്തുന്ന വ്യാപാരികളെ നമുക്ക് അവിടെ കാണാം. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഈ സർക്കാർ ഇന്നലെ മുതൽ ആശ്വാസ ധനം വിതരണം ചെയ്തു തുടങ്ങി, ഏതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാകുന്നു. വാടക വീടുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഇത്തരം വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടോ? അതിൻ്റെയൊക്കെ ഏറ്റവും പുതിയ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളെ വാടകയ്ക്ക് വീടെടുത്തുകൊണ്ട് അങ്ങോട്ട് സർക്കാർ 6000 രൂപ മാസ വാടകയായി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള മിക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ പോയി തുടങ്ങുന്നുണ്ട്. എന്തായാലും ആളുകൾക്ക് ഈ 3 പഞ്ചായത്താണ് പ്രധാനമായിട്ടും. ഒന്ന് ഈ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്ന മേപ്പാടി പഞ്ചായത്ത്, മറ്റൊന്ന് സമീപ പഞ്ചായത്തായ മൂപ്പൈനാടാണ്, മറ്റൊന്ന് അമ്പലവയൽ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തുകളിലേക്കാണ് ആളുകൾ കൂടുതലായും വാടക വീട് അന്വേഷിച്ച് പോകുന്നത്. 6000 രൂപയ്ക്ക്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം 6000 രൂപയ്ക്ക് ഈ പ്രദേശങ്ങളിൽ വീടുകൾ ലഭിക്കുന്നതിന് അതൊരു കുഴപ്പമില്ലാത്തൊരു തുകയാണ്. കാരണം 6000 രൂപയ്ക്ക് കൊള്ളാവുന്ന ചെറിയ വീടുകൾ ആളുകൾക്ക് വാടകയ്ക്ക് കിട്ടും, ക്വാർട്ടേഴ്സുകളും മറ്റും ആളുകൾക്ക് വാടകയ്ക്ക് കിട്ടും. എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഈ വീടിന് വേണ്ടിയുള്ള അന്വേഷണം, ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മിക്ക ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ കൽപ്പറ്റ SKM ജയിലും, അതുപോലെ തന്നെ മേപ്പാടി സെൻറ്റ് ജോസഫിലും, മേപ്പാടി ഗവൺമെൻറ് UP സ്കൂളിലും, അതുപോലെ തന്നെ റിപ്പണിലുൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം തന്നെ ആളുകൾ വാടക വീടുകളിലേക്കും മറ്റും പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ അവിടുന്ന് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ വീട് എവിടെയാണ്? ഇവിടെ തന്നെ വീട്. അന്ന് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഞങ്ങളൊക്കെ ഉണ്ടായി, വീട്ടിൽ തന്നെ ഉണ്ടായി. ഞങ്ങൾ ഭയങ്കര സൗണ്ട് കേട്ടിട്ടാണ് എണീച്ചത്. ഫസ്റ്റത്തെ സൗണ്ട് കേട്ടതും ഇവര് ഇങ്ങോട്ട് ഓടി വന്ന്, എൻ്റെ ഭർത്താവ് ഓടി വന്ന്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലത്തെ കുറേ ആളെ രക്ഷപ്പെടുത്തി. പിന്നെ അവിടെ സ്കൂൾ റോട്ടിൽ പോയിട്ട് അവിടുന്ന് കുറേ ആളെ രക്ഷപ്പെടുത്തി. പിന്നെ രണ്ടാമത്തെ പൊട്ടിയപ്പോഴത്തേനും ഫുള്ള് വെള്ളം വന്ന്. അപ്പോൾ ഇവർ കുറേ ആൾക്കാർ പള്ളിപ്പറമ്പ് കൂടെ കയറി ഞങ്ങളെ വീടിൻ്റെ ആ ഭാഗം വന്ന്. അങ്ങനെ അവിടെ സേഫാണോ? അവിടെ ഞങ്ങളുടെ വീടിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊരു തിണ്ടത്താണ്, ഉയരത്താണ്, ഒരു കുന്നിൻ്റെ മേലേന്. ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഞങ്ങളെ ഇവിടെ ഉരുള് പൊട്ടിയന്ന് ഞങ്ങളെ സെൽഫുമത്തെ പാത്രങ്ങളൊക്കെ താഴെ വീണ് ഇങ്ങനെ ജർക്കിങ് ആയിട്ട്, പിന്നെ ഇങ്ങനെ സൈഡ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉള്ളിച്ചുണ്ട്. ചുമരല്ല, ഇങ്ങനെ ഈ സൺസൈഡ് വാർക്കും, അതൊക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ഉമ്മാൻ്റെ വീട്, പിന്നെ ഇവരെ ഉമ്മാൻ്റെ വീട് ഇവിടെ പുത്തുമല പൊട്ടിയപ്പോൾ പകുതി വീണതായിരുന്നു. അതിപ്പോൾ ഈ പ്രാവശ്യം ഇതായി പോയി. ഇല്ല, നമ്മളൊക്കെ ഇരുടല്ലേ. അപ്പോൾ ഇവരുണ്ടായി. മക്കള്, മോൻ്റെ മക്കളൊക്കെ ചെറുതാണ്. മൂത്തതിന് 5 വയസ്സുള്ളൂ, അതിൻ്റെ താഴെയാണ് 2 ആള്. ഞങ്ങളിവിടെയാണ്. ഞങ്ങൾ ഒന്നാമത്തെ ഫസ്റ്റിൽ വെള്ളം കുത്തിവെച്ച് വരുന്ന സമയത്ത് പാലത്തിൽ നിന്ന് വെള്ളം റിട്ടേൺ എടുത്തിട്ട് ഫസ്റ്റിൽ വന്ന സ്ഥിതിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ വന്ന സമയത്ത് പാലത്തിൻ്റെ പില്ലറിൽ മരങ്ങളും ചളികളും അടഞ്ഞിട്ടാണ് ടൗണിലേക്ക് വെള്ളം എടുത്തത്. രണ്ടാമത്തെ ഞങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നേരെ മുന്നിൽ ശേഷം നോക്കുന്ന സമയത്ത് നമ്മൾ നേരെ മുന്നിൽ കച്ചവടം ചെയ്യുന്ന അവർ വീടും പറമ്പുകളും കമ്മിറ്റ് വെള്ളത്തിൽ പോയിട്ട് അവരവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് വെള്ളം കയറി. ഫസ്റ്റത്തെ പൊട്ടിൽ തന്നെ പാലം ബ്ലോക്കായി. ഉള്ളിൽ സ്കൂളിലേക്ക് മരം വന്നടഞ്ഞ് പാലം ബ്ലോക്കായതിൻ്റെ പേരിലാണ് ടൗണിലേക്ക് ഫുള്ളായിട്ട് വെള്ളം എടുത്തത്. രണ്ടാമത്തെ പൊട്ട് വന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാലം പരിപൂർണമായിട്ടും രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ പരിപൂർണമായിട്ട് പോയി. ഇത് 3 റൂം ഫുള്ളായിട്ട് വെള്ളം കയറി, ഫുള്ളായിട്ട് അടഞ്ഞു കിടക്കുക. ഏതാണ്ട് 2 ഇതിൻ്റെ അടുത്ത് അതാണ്ട് ആ കമ്പീൻ്റെ അതാ വിത്തിയുണ്ടോ, അതുവരെ ഫുള്ളായിട്ട് വെള്ളം കയറി. അതായത് നമ്മൾ നിൽക്കുന്നത് ഏതാണ്ട് 3/4 ഭാഗം ടൗണിൻ്റെ ഈ ഭാഗം വരെ നമുക്ക് വെള്ളത്തിലാണ്. ഞങ്ങൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ വെള്ളത്തിൽ നിന്നാണ് ഞങ്ങൾ മുക്കിയെടുക്കുന്നത്. പാലം ബ്ലോക്കായതിൻ്റെ പേരിലാണ് ടൗണിലേക്ക് വെള്ളം എടുത്തത്. രണ്ടാമത്തെ പൊട്ട് 2:40, ഒന്നാമത്തെ പൊട്ട് 1:40, രണ്ടാമത്തെ പൊട്ട് 2:40, മൂന്നാമത്തെ പൊട്ട് 4:05.
ഇങ്ങനെയാണ് വരുന്നത്. ഈ സമയത്തൊക്കെ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതും ഞങ്ങൾ ശ്രമം നടത്തി ഞങ്ങളെ കൂട്ടുകാർ ഞങ്ങളുടെ നാട്ടുപ്രദേശക്കാരായി മലയിലോട്ട് കയറ്റാൻ വേണ്ടി നൂറുകണക്കിന് ജീവങ്ങൾ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. മറ്റൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് കറണ്ട് പോയി. പിന്നെ ഞങ്ങൾ സൗണ്ട് ഇതിലെ ഇന്ന ഭാഗത്തേക്ക് കയറി എന്ന് പറയാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. പക്ഷേ ആ സൗണ്ട് കൊണ്ട് ഞങ്ങളുടെ സൗണ്ട് ഒന്നുമേ അല്ല. ജീവിതത്തിൽ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന. കാരണം ഞങ്ങൾക്ക് ലൈഫ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ് മല വരുന്നത്. ഇപ്പം ഞങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതാണ് ഇത്ര പറയുന്നത്. കാരണം ഞങ്ങൾ ജീവിതത്തിൽ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരാൾക്കും അങ്ങനത്തെ ഒരു സൗണ്ടും അത് കാണാനുള്ളൊരു ഇതും ദൈവം കൊടുക്കാതിരിക്കട്ടെ എന്നാണ്. നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മളെ മനസ്സിൽ നിന്ന് ഒരിക്കലും എന്ത് സൗണ്ടുകളും വന്നിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടിന് സാമ്യമായിട്ട് അങ്ങനത്തെ ഒരു സൗണ്ടിന് ജീവിച്ചിരിക്കുന്ന കാലം വരെ കേൾക്കാൻ കഴിയില്ല. അങ്ങനത്തെയാണ്. അതിന് ഇത്ര മാത്രമേ നിങ്ങൾക്ക് കൊണ്ട് പറയാനുള്ളൂ. കാരണം അതിൻ്റെ ഇരട്ടി പറയാനുണ്ട് ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിൻ്റെതായ ഒരു ഭീകരത നമ്മൾ പറഞ്ഞാലോ ചാനലിലോ നമ്മൾ മറ്റൊരാളെ കാര്യത്തിനോ വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരു സൗണ്ട് ഒരാൾക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കാണാനും അത് കേൾക്കാനുമില്ല ഒരു ഇത് ദൈവം കൊടുക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇനിയിപ്പോൾ ഇങ്ങനെയാണ് എങ്കിലും ഞങ്ങൾ ഒരുപാട് വിഷമങ്ങളും കടങ്ങളും കാര്യങ്ങളും ലോണുകളും എടുത്തിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്നത്. ആ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് മക്കളിൽ ഞങ്ങൾക്ക് എല്ലാ പുനരാവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. നാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അനേകം കുടുംബങ്ങളും ബന്ധങ്ങളും മരണപ്പെട്ടു പോയെങ്കിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഗ്രാമീണവാസികൾ ഇവിടെ ഇവിടെ ഉണ്ട്. എങ്ങോട്ട് ധാവിക്കും എങ്ങോട്ട് പോകും എന്ന് യാതൊരുവിധ ഒരു രൂപവുമില്ലാതെ ഉട്ടെടുത്ത തുണിയും കുപ്പായമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗങ്ങളുമില്ല. നിങ്ങളെല്ലാവരുടെ സഹായം കൊണ്ടും ഞങ്ങളുടെ നാടിനെ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളെ ഭാഗത്തു നിന്നാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഞങ്ങളെ കുട്ടികളെ പേടികൾ മാറണമെന്നുണ്ടെങ്കിൽ വെള്ളേരമല സ്കൂളും ഒരു വില്ലേജും ഒരു സ്ഥാപനങ്ങളും ഞങ്ങളുടെ നാട്ടിലേക്കും ഞങ്ങൾ ഈ ചെറിയ ഒരു ഇളയ ടൗണ് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് അനധികൃത അവരിൽ നിന്ന് നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി അവർ വീണ്ടും കൂടി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഞങ്ങൾക്കുണ്ടായിരിക്കണം. ഞങ്ങൾക്ക് മെയിനായിട്ട് തിരിച്ചു വരാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തന്നെ നിൽക്കാൻ ഇപ്പോൾ മറ്റവർ വന്നിട്ട് പറഞ്ഞത് ചൂരൽമല വെള്ളരിമല വില്ലേജ് ഒരു ഭാഗങ്ങൾക്ക് സേഫാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ആൾക്കാരെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പുനരാരംഭിക്കും? അതാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ കുട്ടികളെ പഠനം. അതിന് വെള്ളരിമല സ്കൂൾ അവിടുത്തെ കാഴ്ചകൾ ഭീകരമാണ്. കാഴ്ചകൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ കൂടി നമുക്ക് അവിടെ കാണാം. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാര്യക്ഷമമായ സൂക്ഷ്മതലത്തിലുള്ള ഓരോ മേഖലയെയും അത് പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഒരു പുനരധിവാസമാണ് അവിടെ ആവശ്യം. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. താനും അതിനുള്ള ഒരു കോർഡിനേഷൻ കൃത്യമായി നടക്കും വരും ദിവസങ്ങളിൽ എന്ന് വേണം കരുതാൻ. എസ് വിനേഷ് കുമാറാണ്